മാനത്ത് ഡ്രോൺ കണ്ടാൽ പേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ, നമ്മുടെ കോവിഡ് കാലം. എൻ്റെ അമ്മ, എന്തായിരുന്നു ഓട്ടം! എത്ര വീഡിയോസാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ, എന്തിനാ വീണ്ടും അതൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്ന് പലരും മനസ്സിൽ കൂടെ ചോദിക്കുന്നുണ്ടായിരിക്കും. അതിന് കാരണമുണ്ട്, നമ്മുടെ കേരള പോലീസ് വീണ്ടും എത്തുന്നുണ്ട്. ചിലരൊക്കെ ഒന്ന് പേടിക്കണം. ജീപ്പും ബസ്സും മാത്രമല്ല, ഇനി ഡ്രോൺ പറത്താനും കേരള പോലീസ് തയ്യാറാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 20ഓളം പോലീസുകാർക്ക് അസാപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് വെച്ച് പരിശീലനം നടത്തുന്നുണ്ട്. കേരളത്തിൽ വെച്ച് ആദ്യമായാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡ്രോൺ പറത്താനുള്ള പരിശീലന പരിപാടി നടത്തുന്നത്. കൊടുത്തോളൂ. ഈ ഒരു ഹൈറ്റിൽ നമ്മൾ എപ്പോഴും നിർത്തരുത്. റോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ എത്തിയിട്ട് മാത്രം നിർത്തുക. ഓക്കെ. ജനത്തിരക്കിൽ വെച്ച് തരികിടകൾ ഒപ്പിക്കുന്നവർ ജാഗ്രത. നിങ്ങളെ തേടി ഇനി വരാൻ പോകുന്നത് സൈറൻ മുഴക്കി പായുന്ന പോലീസ് ജീപ്പുകളല്ല, നല്ല അത്യുഗ്രൻ ഡ്രോണുകളാണ്. കേരള പോലീസിന്റെ വിവിധ വിങ്ങുകൾക്ക് സഹായമാവും വിധമാണ് പരിശീലന പരിപാടി അസാപ്പ് ചിട്ടപ്പെടുത്തിയെടുത്തത്. പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവരെല്ലാവരും നമ്മളെ പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള മനുഷ്യർ തന്നെയാണ്. സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തു. അവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. അതിന് പുറമെ ട്രെയിനിങ് പ്രോപ്പറായിട്ടുള്ളൊരു വേ ആണ് നമ്മൾ അവർ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. അത് പ്രോപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 5 ദിവസം നീണ്ടുനിന്ന പരിശീലന പരിപാടികൾക്കൊടുവിൽ പരീക്ഷണ പറക്കലും വൈവയും പൂർത്തീകരിച്ചാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. കുറ്റവാളികളെ ഓടിക്കുന്ന പോലീസിന് ഡ്രോൺ ഓടിക്കാൻ അവസരം കിട്ടിയപ്പോൾ അത് വേറിട്ട അനുഭവമായി മാറി. ഗ്രൗണ്ടിൽ മാത്രമല്ലാതെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലും കൂടി ഈ ഡ്രോൺ പറപ്പിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ട്രെയിനിങ് എണ്ണം കൂട്ടിക്കൊണ്ട്, ഇപ്പം 5 ദിവസമാണ്, അത് എണ്ണം കൂട്ടിക്കൊണ്ട് ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായവും ഞങ്ങൾക്ക് ഉണ്ട്. വൈവ പൂർത്തീകരിക്കാൻ ഒരല്പം വെള്ളം കുടിച്ചെന്നും പോലീസുകാരുടെ മറുപടി. വൈവയൊക്കെ ടഫായിരുന്നു. നമുക്ക് പിന്നെ ഡ്രോൺ നിയമങ്ങളെ പറ്റിയും പിന്നെ ഡ്രോണിന്റെ ഉപയോഗങ്ങളെ പറ്റിയായിരുന്നു കൂടുതൽ ക്ലാസ് എടുത്തിരുന്നത്. പഠനത്തിനൊടുവിൽ ഇവർ നാട്ടിലേക്ക് ഡ്രോണുമായി ഇറങ്ങും. പദ്ധതി വൻ വിജയമായതിനെ തുടർന്ന് വരും നാളുകളിലും പോലീസും അസാപ്പും ചേർന്ന് കൂടുതൽ പേർക്ക് പരിശീലനം നൽകാനും ധാരണയായിട്ടുണ്ട്. ഇതുവരെ 200ഓളം പേർക്കാണ് കാസർകോട്ടെ അസാപ്പ് സെന്റർ വഴി ഡ്രോൺ പറത്തൽ പരിശീലനം നൽകിയത്. മാതൃഭൂമി ന്യൂസ്, കാസർകോട്. സാരംഗ് സുരേഷാണ് നമ്മുടെ കൂടെയുള്ളത്. സാരംഗ്, ഈ പോലീസും ഡ്രോണൊന്നും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരിക കോവിഡ് കാലം തന്നെയായിരിക്കും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പോലീസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള പരിശീലന പരിപാടിയാണല്ലോ. എങ്ങനെ പോകുന്നു? ഡ്രോൺ പറത്തെന്നൊക്കെ പറയുന്ന കാലത്ത് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം ആ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരുടെ കയ്യിലും ഡ്രോൺ ഉണ്ട്. പക്ഷേ സർട്ടിഫൈഡ് ആയിട്ട് എങ്ങനെ കോഴ്സ് ചെയ്യാൻ കഴിയുന്നുള്ളതിനെ കുറിച്ച് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലീസുകാർക്ക് പലപ്പോഴും ഡ്രോണ് വലിയ തോതിൽ തന്നെ ആവശ്യകത ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ കോവിഡ് കാലത്തൊക്കെ കണ്ടതാണ്. നാട്ടിൽ മുഴുവൻ പോലീസ് സംഘങ്ങൾ നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡിയോയിലുള്ള പയ്യന്മാരെയൊക്കെ കൂട്ടി ഡ്രോണുമായിട്ട് ഇറങ്ങുന്നൊരവസ്ഥ. അതുപോലെ തന്നെ വലിയ ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഡ്രോണ് പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയൊക്കെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോലീസുകാരെ ഡ്രോൺ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് നന്നായിരിക്കില്ലേ എന്ന്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട്, വിവിധ സെക്ഷനുകളിൽ നിന്ന്, വിവിധ വിങ്ങുകളിൽ നിന്ന് 20 പോലീസുകാർ വരുന്നു. ഇപ്പോൾ എന്തായാലും അവർ പരിശീലനം പൂർത്തിയാക്കി 5 ദിവസം കഴിഞ്ഞു. നമ്മൾ കൊച്ചു പിള്ളേർ ഒക്കെ കോളേജ് കാലമൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം വൈവയിലൊക്കെ തന്നെ അവർ ആകെ നെർവസ് ആയിട്ടൊക്കെ അധ്യാപകർക്ക് മറുപടി കൊടുക്കുന്നൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ആശയമാണ്. കാരണം ഇനിയും വരുന്ന വിവിധ വിങ്ങുകളിലുള്ള പോലീസുകാർക്ക്, കൂടുതൽ ആളുകൾക്ക് ഡ്രോണുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ പരിശീലനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ സർവലൻസിൻ്റെ പുതിയൊരു മേഖലയിലേക്ക് കൂടി കേരള പോലീസ് കടക്കുന്നു എന്നൊരു കാര്യമുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നത് കാസർഗോഡുള്ള അസാപ്പാണ്. കാസർഗോഡുകാരായിട്ടുള്ള പരിശീലകരാണെന്ന് പറയുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. എന്തായാലും ഇതൊരു പുതിയ മാതൃകയാണ്. മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. ഇടയിൽ വെച്ചൊന്നും നിന്ന് പോകാതെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഈ ഒരു ടീം സ്പിരിറ്റൊക്കെ എപ്പോഴും മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മാറും. ശരി സാരംഗേ, എന്തായാലും ഇനിയൊന്ന് സൂക്ഷിക്കുക. കാരണം കാര്യമൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസിന്റെ ഡ്രോണൊക്കെ മാനത്ത് പാറിപ്പറന്ന് നടക്കുന്നുണ്ടാകും. മുക്കിനും മൂലയ്ക്കും ഒക്കെ കണ്ണെത്തുമെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതാണ്. ചിലരൊക്കെ ഒന്ന് പേടിക്കുക കേട്ടോ. ശരി, സാരംഗാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്.